ഫുഡ് ചലഞ്ചിൻ്റെ ഡേ 2 ആണ്. ഡെയിലി വ്ലോഗ് ഡേ 2. ഇന്ന് ശരവണ ഭവനിലാണ്, അതായത് എടപ്പള്ളിയിലെ ശരവണ ഭവനിലാണ് കേട്ടോ. ഓക്കെ, ശരവണ ഭവനിൽ ഞാൻ കഴിക്കാൻ പോവുകയാണ്. അവിടെ നിന്ന് ഞാൻ ഇന്ന് കഴിക്കുന്നത് നമ്മളെ പൂരി മസാല കേട്ടോ. അപ്പോൾ എന്താ ഞാൻ സെയിം പൂരി മസാലയും തന്നെ എക്സ്ട്രാ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആർക്കാ ഇന്ന് കൊടുക്കാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ എന്തായാലും ഒരു ചേട്ടൻ നിൽക്കുന്നുണ്ട്, ഞാവൽപ്പഴം വിൽക്കുന്ന ചേട്ടൻ കേട്ടോ. ആളോട് ചോദിച്ചു നോക്കാം. ചേട്ടാ ഇതിന് എത്ര കിലോന്? ഇതിന് ഇന്നലെ 200 240 രൂപയുടെ വർധനമുണ്ട്. 240 ഇന്ന് മുടക്കി 40 വർധന. എത്ര വേണം പറയാം? എനിക്ക് ഒന്ന് കഴിക്കാൻ തരുമോ? എടുത്തോ, അതിനെന്താ കുഴപ്പം? അങ്ങനെ കഴിക്കാൻ പറ്റുമോ? പിന്നെന്താ, അത് ഒരെണ്ണം കഴുകാതെ കഴിച്ചോ, കുഴപ്പമൊന്നുമില്ല. ഫുള്ള് വാങ്ങാനുള്ള പൈസ ഇല്ല, അതാണ് പ്രശ്നമില്ലല്ലോ. എന്ത് പ്രശ്നം? നിനക്ക് പ്രശ്നമില്ലെന്ന് എനിക്ക് എന്താ പ്രശ്നം? അവിടെ കഴിച്ചോ, അത് കുഴപ്പമില്ല. ഒരു കുപ്പി കളഞ്ഞാ മതി. ആണോ? ആ, വേറെ ഒരു വിഷയമല്ല. ഇത് മറ്റേ ഞാലിപ്പഴം ഞാവൽപ്പഴം 240 1 കിലോ. 40 രൂപയുടെ വർധനമാണ് ഇന്ന് തൊട്ട്. അതായത് ഇന്നലെ 200 ആയിരുന്നു. ഇന്നലെ രാത്രി 8:30 വരെ 200. ഇന്ന് പുതിയത് വന്നതാ. ഒരു പോട്ടെ, അത് വിഷയമല്ല. അപ്പുറത്ത് പോയാലും ഇതിന്റെ കമ്പനി തന്നെ വേറെ, അത് കാര്യമില്ല. ഒന്നുകൂടി തരുമോ? തരുമ്പോ പൈസ വേണം. ചെറുതും അങ്ങനെ പറയരുത്, കാരണം ഒന്നും ഉണ്ടായിട്ടല്ല. ഇതെങ്ങനെ നിങ്ങൾക്ക്? ഇത് ഞാനല്ല അതിന്റെ ഉടമ. ആണോ? നമുക്ക് തൂക്കം തരുന്നതാണ്. അയ്യോ, അത് പോയി, അത് ഫ്ലോപ്പായി. നിൽക്കട്ടെ, കിലോന് 200 അല്ലേ? 240. ചേട്ടൻ ഫുഡ് കഴിച്ചായിരുന്നോ? എന്താ പറ്റി? കഴിച്ചിരുന്നോ? ഇല്ല, എന്താ കാര്യം? ഇതിൽ കുറച്ച് ഫുഡ് ഉണ്ട്, നേരത്തെ കഴിക്കോ? നേരത്തെ വാങ്ങിയോ? രാവിലെ വാങ്ങിയതാ, കഴിക്കോ? പൂരി കഴിക്കൂല? കഴിക്കല്ല, വേണ്ട. പ്രായമുള്ളവരല്ലേ? അപ്പൊ അത് കഴിക്കുന്ന ചിലപ്പം ഹെൽത്ത് പ്രോബ്ലം ആയിരിക്കും അല്ലെ? ഞങ്ങളെ പ്രായമുള്ളവർക്ക് ഇതൊന്നും കഴിച്ചാൽ പോയാലല്ല, അത് മറ്റു പ്രശ്നങ്ങളാണ്. ഞാൻ ചെറുതായിട്ട് ഒരു എന്താ പറയാ, ഒരു സോഷ്യൽ എക്സ്പെരിമെന്റുകൾ ചെയ്തതാ. ചേട്ടൻ ഇങ്ങനെ ചോദിച്ചാൽ തരുമോ നോക്കിയിട്ട് തരുന്നുണ്ടെങ്കിൽ എന്താ പറയാ, മനസ്സിലായോ? അപ്പോൾ ചേട്ടൻ ഇപ്പം ഫുഡ് വേണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ചേട്ടൻ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ, അതുകൊണ്ട് ഫുഡ് ഇപ്പോൾ വേണ്ടെന്നാണ് പറഞ്ഞത് ചേട്ടൻ. ഓക്കെ, എന്നാൽ ചേട്ടൻ ഹാപ്പി ആയിട്ടോ. ഇപ്പോൾ ചോദിച്ചതുകൊണ്ടൊക്കെ ചേട്ടൻ ഹാപ്പിയായി. അപ്പോൾ ചേട്ടൻ എനിക്ക് വാട്സാപ്പ് നമ്പറൊക്കെ തന്നിരുന്നു, ചേട്ടൻ്റെ മുതലാളിക്ക് അയച്ചു കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ എന്നെ ഒന്നുകൂടെ വിളിച്ചിട്ട് ഈ ഒരു ചിത്രം കാണിച്ചു കൊടുത്തു. ചേട്ടൻ്റെ ചിത്രം ഒരു ഹാഷിഫ് എന്ന് പറഞ്ഞാൽ വരച്ചു കൊടുത്താൽ കേട്ടോ. ചേട്ടൻ ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട്. നല്ല കോമഡി ആയിട്ടോ. ഞാനത് അവിടെയുള്ളൊരു എന്താ പറയുക പഴം അത് വാങ്ങി, അത് ചേട്ടൻ തരുന്നുണ്ടെങ്കിൽ ചേട്ടന് ഫുഡ് കൊടുക്കാന്ന് വെച്ചിട്ട് ആ ഒരു കോൺസെപ്റ്റിൽ ഇത് വാങ്ങി കഴിച്ച് ലാസ്റ്റ് ചേട്ടൻ എന്തായി, ചേട്ടൻ പറഞ്ഞു അത് വേണ്ട, ഫുഡ് ഒരു ഏകദേശം ഉച്ചക്കത്തെ ടൈമായി. അപ്പം ഞാൻ ഒരു 10 മണിക്ക് ഇത് വാങ്ങിയതാ, ഫുഡ് വാങ്ങിയതാ. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഫുഡ് ഇപ്പം വേണ്ട, വേറെ ഒന്നും കൊണ്ടല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ചേട്ടൻ്റെ ഫുഡ് വേണ്ട പറഞ്ഞു. അപ്പോൾ ഞാൻ എന്താക്കി, ഞാൻ എന്തായാലും ചേട്ടൻ്റെ നിന്ന് ഒരു കുറച്ച് മറ്റേ ആ പഴം കൂടെ വാങ്ങിയിട്ട് ഇങ്ങോട്ട് വന്നു. ഇനി അടുത്താരെങ്കിലും നോക്കണം. ഒരു ലോറിക്കാരൻ ചേട്ടനുണ്ട്, ചേട്ടന് ചോദിച്ചു നോക്കാം. ചേട്ടാ ഫുഡ് കഴിച്ചാണോ? ഫുഡ് കഴിച്ചോ? ഫുഡ് സാപ്പിട്ടോ? എൻ്റെ കയ്യിൽ കുറച്ച് ഫുഡ് ഉണ്ട്, കഴിച്ചല്ലേ? ഓക്കെ, താങ്ക് യു. അങ്ങനെ ആ ചേട്ടനും കഴിച്ചു എന്നാ പറഞ്ഞത്. എടാ എന്റെ കയ്യിലില്ലേ, അല്ല ചേട്ടാ ഒരു ഫുഡ് ഉണ്ട് കഴിക്കുന്നതിന് പ്രശ്നമുണ്ടോ? ഞാൻ വാങ്ങിയത് രാവിലെ കഴിക്കാൻ വാങ്ങിയതാ. ഇതാണ് രാവിലത്തെ ഫുഡ്, അതായത് ഉച്ചക്കത്തെ പൂരി. ഓക്കെ, എടാന്ന് വിളിച്ചത് സോറി കേട്ടോ. എടാന്ന് വിളിച്ചത് സോറി. അതല്ലേ, വണ്ടി പഞ്ചറായിട്ടേ പഞ്ചറായോ? പോസ്റ്റായി. ശബരം അടച്ചു പോയി. ഫോണിൽ വിളിച്ചിട്ട് ഇതാക്കി. നാളെ ഇതുപോലെ തള്ളിയിട്ട് പണി കിട്ടി. 500 രൂപ പോയി, രൂപ മാറ്റി. അതല്ലേ, ഇക്ക് പോയിട്ട് ഇല്ല പണിയപ്പോ. ഇനിയിപ്പോ എന്താ എവിടെ മാറ്റാം? ഓക്കെ, നിലമ്പൂരോ? നിലമ്പൂർ വണ്ടി നിലമ്പൂരാ, ഞാൻ കണ്ണൂരോ? കണ്ണൂരില്ലേ? ഓക്കെ, താങ്ക് യു. ഇസ്ലാം.
അപ്പൊ എന്തായാലും ഞാന് ഒരു സ്വിഗ്ഗിന്റെ ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പെട്ടെന്നൊരു അറിയാണ്ടിട്ടാന്ന് വിളിച്ചു പോയി. അപ്പൊ അവർക്ക് എന്തായാലും കൊടുത്തിട്ടുണ്ട് സാധനം കേട്ടോ.